ശ്രീ എം വി സഞ്ജു പത്തനംതിട്ട ഏരിയ കമ്മിറ്റി അംഗമാണ്. ശ്രീ ഈ പറഞ്ഞ ശരൺദാസ് എന്ന് പറയുന്ന ആൾ കാപ്പ കേസ് പ്രതിയാണ്. മലയാളപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, ഇറങ്ങുന്നു, പിന്നെയും കേസ് അറസ്റ്റ്, ജയിലിൽ നിന്ന് ഇറങ്ങുന്നു. ഈ പറയുന്ന 23-നോ 24-നോ ആണ്. അതായത് 6-ാം തീയതി ആകുമ്പോഴേക്കും ഒരു മന്ത്രി അടക്കം മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് രക്തഹാരമിട്ട് ജില്ലാ സെക്രട്ടറി അടക്കം സ്വീകരിക്കാനുള്ള ധൃതി എന്തിനായിരുന്നു? അത്രത്തോളം അവൾ പത്തനംതിട്ടയിലെ CPM ഇനി ഈ കാപ്പ കേസ് പ്രതി അനിവാര്യനാണോ ശ്രീ സഞ്ജു? ഈ ശരൺ നിലവിൽ കാപ്പ കേസിൽ പ്രതിയല്ല. ആ കാപ്പ കേസിൽ പ്രതി എന്നുള്ളത് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ട ഒരു വാർത്തയാണ്. അദ്ദേഹത്തിന് 2023-ൽ ഒരു നോട്ടീസ് നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്. റിവ്യൂ പെറ്റീഷൻ കമ്മിറ്റിക്ക് മുമ്പാകെ അദ്ദേഹത്തിൻ്റെ വിശദീകരണം നൽകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ കാപ്പ ചുമത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയുമായിരുന്നു. കാപ്പ ചുമത്തിയ ആൾക്ക് നാട്ടിൽ നിൽക്കാൻ കഴിയുമോ? ഒന്നുകിൽ നാട് വിട്ട് പോകേണ്ടി വരും, അല്ലെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരും. ഇത് ഇദ്ദേഹത്തിൻ്റെ പേരിൽ നിലവിൽ കാപ്പ കേസ് ചുമത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ കേസുകളുണ്ട്. അത് അദ്ദേഹം RSS രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിലനിന്ന സമയത്തെ കേസുകളാണ്. അത് കാപ്പ കേസ് എന്നുള്ളത് ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന ഒന്ന് മാത്രമാണ്. സാർ, കാപ്പ ഒരു പ്രത്യേക കാലയളവിലേക്കുള്ളതാണ്. അത് സംഘടനാ പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ്. പൊതുപ്രവർത്തകർക്കെതിരെ കാപ്പ ചുമത്തുന്നത് ശരിയല്ല എന്നൊക്കെ അങ്ങോട്ട് ജില്ലാ സെക്രട്ടറി നിന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ സാർ. അപ്പോൾ ശരൺദാസ് 100% ഒരു കേസിലും പ്രതിയല്ലാത്ത, അല്ലെങ്കിൽ കാപ്പ കേസിൽ നോട്ടീസ് കൊടുക്കാനും മാത്രം ഒന്നുമില്ലാത്ത അവിടുത്തെ ഒരു സാധാരണ പൊതുപ്രവർത്തകൻ, അയാൾക്കെതിരെ രാഷ്ട്രീയ പ്രേരിതമായി ഉണ്ടായ കേസുകൾ, അങ്ങനെയാണോ എം വി സഞ്ജു അതിനെ വിലയിരുത്തുക? അതെ, അദ്ദേഹം RSSന്റെ ഭാഗമായി നിന്ന സമയത്തുണ്ടായ സംഘർഷങ്ങളുടെയൊക്കെ ഭാഗമായി ഉണ്ടായ കേസുകളാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. അതിൻ്റെ ഭാഗമായി 2023-ൽ അദ്ദേഹത്തിന് കാപ്പ പ്രകാരമുള്ള നോട്ടീസ് നൽകിയിരുന്നു. ആ നോട്ടീസിന് അദ്ദേഹം റിവ്യൂ പെറ്റീഷൻ കമ്മിറ്റിക്ക് മുമ്പാകെ അദ്ദേഹം വിശദീകരണം നൽകിയിട്ടുണ്ട്. ആ വിശദീകരണത്തിൻ്റെ ഭാഗമായി തുടർ നടപടികൾ കാപ്പ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ എടുത്തിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ നിലവിൽ കാപ്പ കേസ് ഇല്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് വ്യക്തമാക്കാനുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ 23-ാം തീയതി വരെ ഇയാൾ ജയിലിലായിരുന്നോ ശ്രീ സഞ്ജു? അത് കള്ളക്കേസിൽ കുടുക്കിയായിരുന്നോ ജയിൽ ഉണ്ടായിരുന്നത്? അദ്ദേഹം കള്ളക്കേസിൽ കുടിക്കുകയല്ല. അത് DYFI CPIM പ്രവർത്തകരുമായി ഉണ്ടായ സംഘർഷങ്ങളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം കേസിൽ ജയിലിൽ പോകേണ്ടി വന്നത്. 1 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ കേസാണ്. അതിൽ വാറണ്ടായി അദ്ദേഹം ജയിലിൽ പോയിട്ടുണ്ട്. പക്ഷേ ജയിലിൽ കിടന്നപ്പോൾ ഉണ്ടായ മാനസാന്തരമാണോ എന്താണെന്ന് അറിയത്തില്ല. അദ്ദേഹം ഈ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിച്ച് ചേരണമെന്ന് അദ്ദേഹത്തിന്റെ സാധാരണഗതിയിൽ ഒരു പാർട്ടി അംഗമാകാൻ ചില കടമ്പകൾ കഴിഞ്ഞ മാസം അതിനകത്ത് കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് എന്നൊന്നും ഉണ്ട് എന്നറിയാത്ത ആളല്ല താങ്കൾ. താഴെത്തട്ടിൽ നിന്നും ഇയാളെ കുറിച്ചുള്ള വിലയിരുത്തൽ അങ്ങോട്ടേക്ക് പോകണം എന്നുള്ള കാര്യം അറിയാത്ത ആളല്ല അങ്ങ്. ഇവിടെ 23-ാം തീയതി ജയിലിൽ നിന്ന് ഇറങ്ങിയ ഒരാളെ 6-ാം തീയതി ആകുമ്പോഴേക്കും പാർട്ടി ജില്ലാ സെക്രട്ടറി അടക്കം, പാർട്ടിയുടെ ഒരു മന്ത്രി അടക്കം നിന്ന് രക്തഹാരമിട്ട് സ്വീകരിക്കാനും മാത്രം ഈ പറയുന്ന ശരൺദാസിന്റെ എന്താണ് ഇഡലി എന്ന് വിളിപ്പേരുണ്ടെന്നൊക്കെ പറഞ്ഞു, എനിക്കറിയില്ല. അത് ഈ ശരൺദാസിന്റെ മഹത്വം എന്താണ് എം വി സഞ്ജു? അദ്ദേഹം ഒരു പ്രദേശത്ത് ഒരു RSSന് വേണ്ടി സംഘർഷം നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ അതിന് നേതൃത്വപരമായി പങ്കുവഹിച്ചുകൊണ്ടിരുന്ന ആളാണ്. RSSന്റെ പോഷക സംഘടനയായ യുവമോർച്ചയുടെ മേഖലാ ഭാരവാഹിയായിരുന്നു. 3-4 പഞ്ചായത്തുകളുടെ ചുമതലയുള്ള വ്യക്തിയായിരുന്നു. അതിൻ്റെ ഭാഗമായി അദ്ദേഹം RSSൽ നിന്നപ്പോൾ ഉണ്ടായിട്ടുള്ള നിരവധി സംഘർഷങ്ങളിൽ അദ്ദേഹത്തിന് ഭാഗവാക്കാകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ സ്ഥിരമായി അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്, RSSുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് അപകടകരമാണെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞു. അദ്ദേഹം ആ ബന്ധം അവസാനിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള സഹപ്രവർത്തകരടങ്ങുന്ന സംഘം CPIMന്റെ ഭാഗമാകാൻ നിലപാട് സ്വീകരിച്ചു. അവരെ ഞങ്ങൾ എല്ലാ വിഷയങ്ങളും വിശദമായി ചർച്ച ചെയ്യപ്പെട്ടതിന് ശേഷമാണ് അവരെ സ്വീകരിച്ചിട്ടുള്ളത്. അല്ലാതെ ഈ പറയുന്നത് പോലെ കേസിൽ പ്രതിയാണ് എന്നുള്ള ഏതൊരു സ്ത്രീയെ ആക്രമിച്ച കേസിലടക്കം പ്രതിയാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ. ഏതൊരു സ്ത്രീയെ ആക്രമിച്ച കേസിലടക്കം പ്രതിയാണ് ശരൺചന്ദ്രൻ എന്ന് കേൾക്കുന്നുണ്ടല്ലോ. സഞ്ജു, ആ കേസ് ഏതാണ്? കേസിൽ പ്രതിയല്ല. അദ്ദേഹം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന സമയത്ത് ഒരു വാക്കുതർക്കത്തിന്റെ ഭാഗമായി സംസാരിച്ചതിന്റെ ഭാഗമായി ബന്ധപ്പെട്ടൊരു കേസ് മാത്രമേ ഉള്ളൂ. ആക്രമിച്ച കേസിൽ പ്രതിയല്ല. അത് കള്ളക്കേസാണ്. കള്ളക്കേസാണോ ഇല്ലയോ അത് കോടതി കണ്ടെത്തേണ്ട കാര്യമാണ്. അങ്ങയുടെ പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്.
മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പിന്റെ ആഭ്യന്തര ചുമതല വഹിക്കുന്നത്. അതെ, CPM ഭരിക്കുന്ന കേരളം സർക്കാരിന്റെ ഭരിക്കുന്നത്. പോലീസാണ്. CPM ഭരിക്കുന്ന ഇപ്പോൾ സർക്കാരിന്റെ പോലീസ് അപ്പോ ഒരു കേസ് ഒരു എന്ന് സ്ത്രീയുമായി പറയുന്നത് വാക്കേറ്റം ഒരാൾ ഉണ്ടായെങ്കിൽ ഇത്തരത്തിലുള്ള കേസെടുക്കും എന്നങ്ങ് സമ്മതിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ ഒരു സ്ത്രീ കൊണ്ട് മൊഴി കൊടുത്തു കഴിഞ്ഞാൽ ഹാഷ്മി ഒരു 10 സെക്കൻഡ് തരാമോ? ഹാഷ്മി അല്ല, 10 സെക്കൻഡ് പോലീസ് സ്റ്റേഷനിൽ ഒരു സ്ത്രീ കൊണ്ട് മൊഴി കൊടുത്തു കഴിഞ്ഞാൽ കേസ് എടുക്കാതിരിക്കാൻ പറ്റുമോ? എടുക്കണം. അല്ല, അപ്പൊ അത് കള്ളക്കേസാണെന്ന് പറയാണ് സാർ. അങ്ങയുടെ കാര്യം പോട്ടെ, മൊഴി കൊടുത്താൽ കേസ് എടുത്താലേ പറ്റുള്ളൂ. സാർ അങ്ങയുടെ കാര്യം പോട്ടെ. ഇവിടെ KP ഉദയഭാനു എന്ന് പറയുന്ന CPM-ന്റെ പ്രധാനപ്പെട്ട ജില്ലയുടെ ജില്ലാ സെക്രട്ടറി ഒരു മുൻ RSS-കാരന് വേണ്ടി അയാൾ പ്രതിയായിരിക്കുന്നതൊക്കെ CPM DYFI നേതാക്കളെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് കേട്ടോ. ആ പ്രതിക്ക് വേണ്ടി ഉളുപ്പില്ല എന്ന് ന്യായീകരിക്കുകയാണ്. ആ വാർത്ത മാധ്യമങ്ങളോട് സംസാരിച്ചത് കേട്ടു നോക്കണം. ഒരു ജില്ലാ സെക്രട്ടറി വന്ന് ഇയാളുടെ കേസുകളെ ഒന്നാകെ അതൊക്കെ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി എടുക്കുന്ന കേസാണ്, അങ്ങനെ കേസ് എടുത്തുകൂടാ എന്നൊക്കെ അങ്ങ് സാരോപദേശമാണെന്നേ അങ്ങയുടെ ജില്ലാ സെക്രട്ടറി. അല്ല, CPM DYFI പ്രവർത്തകർക്കെതിരെ ഇത് ശ്രദ്ധിക്കും. CPM DYFI പ്രവർത്തകർക്കെതിരെ ആക്രമണം ഉണ്ടായപ്പോൾ ഈ പ്രതിയെ സംരക്ഷിച്ചിട്ടില്ല. ആ സമയത്ത് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പോയിട്ടുണ്ട്. അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം മാനസാന്തരപ്പെട്ട് CPIയുടെ ഭാഗമാകാൻ വന്നു. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി വേണ്ടത്ര ആലോചന നടത്തി തന്നെയാണ് അദ്ദേഹത്തെയും അടങ്ങുന്ന 60-65ഓളം വരുന്ന ആളുകളെ സ്വീകരിക്കുന്നതിന് വേണ്ടി CPIM തീരുമാനിച്ചിട്ടുള്ളത്. അതല്ലാതെ കേവലം ഒരു വ്യക്തിയിൽ നിൽക്കുന്ന ഒരു വിഷയമല്ല.